അപ്പോ സാറ എബിന് കോമൺ ആയിട്ടുള്ള ഫുഡാണല്ലേ കൊണ്ടുവരുന്നത്? അതെ മമ്മി. അപ്പോ നമുക്കത് കൊണ്ടുപോയാലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഹേ, അവർ കോമൺ ആയിട്ട് കഴിക്കുന്ന ഫുഡായിരിക്കും അതും ഇതൊക്കെ. നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന ഫുഡ് എന്താ? ബർഗറും പിസ്സയും ഒക്കെ. അത് കൊണ്ടുപോയാൽ മതി. അതെ അതെ, അവർ കോമൺ ആയിട്ട് കഴിക്കുന്ന ഫുഡ് എന്താ മമ്മി? അയ്യോ, ചീരി വരും. ഒരു ടേസ്റ്റ് ചെയ്ത ഫുഡ് അവർ കഴിക്കുന്നേ. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ പോലുള്ളവര് പിസ്സ ബർഗർ അതൊക്കെ കഴിക്കും. സോ നീ അത് വേണം നിനക്ക് കൊണ്ടുപോയിക്കോ. കുറച്ച് 4 പേര് അറിയട്ടെ നമ്മൾ ഇതാണ് കഴിക്കുന്നതെന്ന്. എല്ലാവരും പലതരത്തിലുള്ള പലഹാരങ്ങളെ കൊണ്ടുവരുമ്പോ നമ്മൾ ഇതുപോലത്തെ ഫുഡ് കൊണ്ടുവരും. എല്ലാരും ഞെട്ടോ, ജഡ്ജസ് വരെ ഇംപ്രസ് ആയി പോവും. ഓക്കേ മമ്മി, അതുപോലത്തെ ഫുഡ് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ നാളെ സാറേ എബിന് കൊണ്ടുവരുന്ന ഫുഡ് എടുത്തു വെക്കും. എന്നിട്ട് ഞങ്ങൾ പ്ലേറ്റിൽ വെക്കും. അത് ഗുഡ് ഐഡിയ ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള 2 തരം ഫുഡ് ഉണ്ടാവും. അതെ, ഞാൻ എന്തായാലും ഓർഡർ ചെയ്യട്ടെ കേട്ടോ. ഓക്കേ. എന്നിട്ട് അവിടെ ഉള്ളവരോടൊക്കെ പറയണം മമ്മി ഉണ്ടാക്കി തന്നതാന്ന്. ഓക്കേ മമ്മി, അത് ഞാൻ ഏറ്റു. അച്ഛാ, ഞാൻ പോയിട്ടോ. അച്ഛൻ ഉറങ്ങായിരിക്കും. നീ എന്താ ഇവിടെ? അത് ശരി, നീ വരാൻ പറഞ്ഞിട്ട്. അയ്യോ, അത് ഇവിടേക്കല്ലോ, ബസ് സ്റ്റോപ്പിക്ക് വരണമെന്നല്ല പറഞ്ഞേ. ഇനിയിപ്പോ എന്താ, വാ പോവാ. ശരി. അതല്ല, സാധനങ്ങളൊക്കെ എവിടെ? ഓ അതോ, അതൊരു 11 മണിയാവുമ്പോ ചേച്ചി അങ്ങോട്ട് എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സ്കൂളിലേക്ക്. കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ടാക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ വീട്ടിലേക്ക് വരുന്നു പറഞ്ഞു. അതെന്ത് പറ്റി? മുഴുവൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലേ? തലേ ദിവസം ചില ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ പഴയ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോ അതൊരു ടേസ്റ്റ് ഉണ്ടാവൂല. അതുകൊണ്ടാ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ വിചാരിച്ച്. ഓക്കേ, നീ ഫോൺ എടുത്തിട്ടില്ലേ? ആ, എടുത്തിട്ടുണ്ട്. എന്നാ വാ പോവാ. ഇതാരുടെ സ്കൂട്ടി? എന്റെ അച്ഛന്റെയാണ്. അച്ഛനോട് എങ്ങനെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചതാ. അല്ലട മണ്ട, പോവുന്ന എവിടെയെങ്കിലും പോലീസ് ഉണ്ടെങ്കില്? തേങ്ങ, വെറുതെ പേടിപ്പിക്കല്ലേ. നീ വേണമെന്നുണ്ടെങ്കിൽ കേറ്. വേണമെന്നുണ്ടെങ്കിലല്ല, എന്തായാലും കേറണം. വാ കേറ്. കേറിയോ? ശരിക്കും ഇരുന്നിട്ടില്ലേ? വേണമെന്നുണ്ടെങ്കിൽ പേടിക്ക് പിടിച്ചോ. നിനക്ക് സ്കൂൾ തന്നെയല്ലേ പോണ്ടത്? പോ പോ പോ. മമ്മി, ഞങ്ങൾക്കെന്തോ സർപ്രൈസ് തരുന്ന ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? നീ ഇന്നലെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ശരിയാ മമ്മി, എനിക്കത് അറിയാഞ്ഞത് എന്തോ പോലെ. ഡോണ്ട് വെറി മോളു, നീ അതോർത്ത് വിഷമിക്കരുത്. നമ്മൾ ആർക്കും വിൻ ചെയ്യാ, അതിലൊരു ഡൗട്ടും വേണ്ട. ബട്ട് ആ സാറ, അവളെ പേടിക്കണം. അവള് നല്ല നല്ല ഫുഡാക്കി കൊണ്ടുവരിക. ഇംപ്രസ് ചെയ്യാനും അവള് മിടിക്കുക. അത് നീ പറഞ്ഞൊരു കാര്യമുണ്ട്. അവളെ ഇംപ്രസ് ചെയ്യാനും എല്ലാ കാര്യത്തിലും മിടിക്കാം. പക്ഷേ അവളുടെ കയ്യില് ഫുഡ് ഉണ്ടെങ്കിലല്ലേ അവളെ ഇംപ്രസ് ചെയ്യൂ. എന്താ ജാസ്മിൻ ഇത്? ഇന്ന് അവളെ കയ്യിൽ ഫുഡ് ഉണ്ടാവില്ലാന്നോ? ഇന്ന് ഫുഡ് ഫെസ്റ്റിവൽ ആയിട്ട് ഫുഡ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അതിനുള്ള പണി നമുക്ക് കൊടുക്കാം. അവളുടെ ഫുഡ് നമുക്ക് മോഷ്ടിക്കാം. എന്നിട്ട് ആ ഫുഡ് നമുക്ക് വെക്കാം. ഇതൊക്കെ എങ്ങനെ സാധ്യമാകും? ടിൻറ്റു, അത് നീ ഓർത്ത് പേടിക്കണ്ട. ഇമ്പോസിബിൾ ഒക്കെ പോസിബിൾ ആക്കാന് ജാസ്മിനെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുള്ളൂ. അത് പോയിന്റ്. ശരിയെന്നാ മമ്മി, ഇന്ന് ഞങ്ങള് സ്കൂൾ വിട്ട് വരുമ്പോ എന്തായാലും ഞങ്ങളെ കയ്യിൽ ട്രോഫി ഉണ്ടാകും. അത് മമ്മിക്ക് അറിയാൻ മോളെ. ജാസു നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം. ഇംപ്രസ് പറഞ്ഞാല് പൈസ വാരി എറിയണം. പൈസ ഉണ്ടെങ്കിൽ ഇക്കാലത്ത് എന്തും കിട്ടും. അത് ശരിയാ, സാറേന്റെ അടുത്ത് അതില്ല. അതുകൊണ്ട് മാക്സിമം നമ്മുടെ പണവും പത്രാസ് അവരെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. ശരിയാ ശരിയാ, ഞാൻ സംസാരിക്കുന്ന സമയത്ത് റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ചോണ്ട്. വെരി ഗുഡ് ജാസു. സ്കൂൾ എത്താറായി. നീ നന്നായിട്ട് പെർഫോം ചെയ്യണം. നമുക്ക് തന്നെ വേണം ട്രോഫി കിട്ടാനായിട്ട്. ഓക്കെ? ഉറപ്പ്. കൊടുക്കുന്ന പണി നല്ലോണം കൊടുത്തോളണം. അത് സാറയ്ക്കെന്നല്ല, ആർക്കായാലും. ബട്ട് എന്തായിരിക്കും ആ സർപ്രൈസ്? ഓ, അതൊക്കെ ആലോചിക്കാൻ നിനക്ക് നേരമുണ്ടോ? ഞാനൊന്നും അത് ആലോചിക്കുന്ന പോലും ഇല്ല. അതിന് നിനക്കെങ്ങനെ? നിനക്ക് ഈ ഫുഡ് ഫെസ്റ്റിവൽ ആയിട്ട് ഒരു ഉത്തരവാദിത്തം ഇല്ല. ഞാൻ നിന്റെ ഒപ്പം സാധനം മേടിക്കാൻ വന്നില്ലേ? എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടന്നില്ലേ? പൈസ കിട്ടിയില്ല ഇതില്. ഓ, പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെ. പക്ഷെ ഞാൻ അത് മുഴുവനായിട്ട് നന്നായിട്ട് ചെയ്തിട്ടില്ല. ഇത് നല്ല കഥ. ഇനി ജയിച്ചാ പറയും നീ ഇതിലുള്ളോണ്ടാന്ന്, തോറ്റാ പറയും ഞാൻ ഇതൊന്നും ചെയ്യാത്തോണ്ടാന്ന്. പറയണല്ലോ. എന്തോ ഭാഗ്യത്തിനാ ആ സ്കൂട്ടീന്ന് ഞാന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാ ഈ സ്കൂളിൽ എത്തിയത്. പിന്നെ വലിയ കാര്യമാണല്ലോ അതൊക്കെ. അതെ, വലിയ കാര്യം തന്നെ. രണ്ടുപേരും സംസാരിച്ചിരിക്കവിടെ. കണ്ടിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ ഈ സംസാരക്കാരങ്ങളൊക്കെ മിസ്സിന് കാണിച്ചു കൊടുക്കണ്ട്. ഒരു ദിവസം വരട്ടെ, തനി സ്വരൂപം ഞാൻ കാണിച്ചു തരാം. ചിരിച്ചോ, ഇനി ചിരിക്കാനേ പറ്റിയെന്ന് വരില്ല.
സൂപ്പർ സൂപ്പർ ജാസ്മിന്റെ സൂപ്പർ പണി തന്നെ വരുന്നുണ്ട്. നിന്റെ ഫോണാണോ? അയ്യോ അതെ അതെ അതെ. ഇതാരാ വിളിക്കുന്നേ? സാറ. ആ ചേച്ചി പറയൂ. ആശ ചേച്ചിയാണോ? ആ ഇത് ഏത് ചേച്ചി? ഇവിടെ അച്ഛൻ കാക്കൊരു മോളല്ലേ ഉള്ളൂ. ഇനി ഏതാ ചേച്ചിയൊക്കെ? ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓ താങ്ക്സ്. എന്തായാലും സ്കൂൾ ഗേറ്റിന്റെ അവിടെ നിന്നോളൂ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഒരു അരമണിക്കൂറിന് ശേഷം. ഓ ആണോ? എന്നാ ഞാൻ അവിടെ നിക്കാം. അല്ല മോളെ, പരിപാടി തുടങ്ങാൻ ഇനി എത്ര സമയമുണ്ട്? ആ ഇനി 3 മണിക്കൂറും കൂടി ഉണ്ട്. സമയമൊന്നും വൈകിട്ടില്ല. ശരി. ആ ഓക്കെ ഓക്കെ. എന്താ പറഞ്ഞത്? ആ നമ്മളോട് ഗേറ്റിന്റെ അവിടെ നിക്കാൻ പറഞ്ഞു. ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ചേച്ചി വരാന്ന് പറഞ്ഞു. ആ എന്നാ ആ സമയം മുതൽ നിന്നാ പോരെ? ഇപ്പൊ തന്നെ പോയി അവിടെ നിൽക്കണോ? ആ ഒരു കാമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് അവിടെ പോയി നിക്കാം. അതെ, അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാന്നേ. ഏത് ചേച്ചിയായിരിക്കും? ഏത് ചേച്ചിയാണ് പറയുന്നത്? എനിക്ക് ആ ചേച്ചിയെ കണ്ടും പരിചയമില്ല. ആ ചേച്ചി ഫുഡ് കൊണ്ടുവരാന്നല്ല പറഞ്ഞത്. സോ അതിവിടെ ഇവളെ കയ്യിലെത്തൂല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കുറെ നേരമായി നമ്മളിവിടെ കാത്തു നിൽക്കുന്നു. ഇനി സാർ അതന്നെയാണോ പറഞ്ഞത്? നിന്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? അല്ലെങ്കിലും ഞാനും ഭ്രാന്തി കുത്തർക്ക. ആ സമയത്ത് ഇമ്മാതിരി വർത്താനം പറഞ്ഞാണല്ലോ. അതന്നെയാണ് കേട്ടത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. പുസ്തകത്തിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലെങ്കിൽ പോലും അവൾ ഇതന്നെയാണ് പറഞ്ഞത്. എനിക്ക് നന്നായിട്ട് അറിയാം. വെയിറ്റ് ചെയ്യാ. അരമണിക്കൂറിനുള്ളിൽ എത്താനാ പറഞ്ഞത്. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുള്ള നമ്മളിവിടെ എത്തിയിട്ട്. അല്ല ജാസ്മിനെ, ഈ സമയത്ത് തന്നെ സാർ ഇങ്ങോട്ട് വന്നാ എന്ത് ചെയ്യും? അത് നീ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ 15 മിനിറ്റിന് ശേഷം കൂടി വരാന്നാ പറഞ്ഞത്. നല്ല കഥ. അവള് പറഞ്ഞ ഏതോ ഒരു ചേച്ചിന്റെ അടുത്ത് നമ്മൾ ഫുഡ് വാങ്ങി കഴിഞ്ഞതിന് ശേഷം ഓൾ ഇവിടെ എത്തൂ. എങ്ങനെ? ഇതെന്താ? ഓ ഇതാരാ? അർജുനോ? അതെ അതെ, നിനക്കൊരു പോയിന്റ്. എന്താ ജാസ്മിന് ഈ സമയത്താണ് കുട്ടികളി കളിക്കുന്നേ? ഇവനെ കൊണ്ടുവന്നിട്ട് എന്താ? എന്താ ജാസ്മിൻ വിളിച്ചേ? അർജുനെ, നിനക്കിപ്പോഴും സാറയോട് ഇഷ്ടമുണ്ടോ? എനിക്കുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ മറ്റവല്ലി എബിന്, അവനെ കൊണ്ട് ഇതൊന്നും സാധ്യമാകുന്നില്ല. നിനക്കു പോയി, അവൻക്ക് പോണെന്ന് വെക്കണം. അതെങ്ങനെ വെക്കാൻ പറ്റോ? നമ്മുടെ ലൈബ്രറിന്റെ അടുത്തുള്ള ഒരു ക്ലാസ് ഇല്ലേ? ആ ഉണ്ട്. അവിടെ 2 പേര് സംസാരിച്ചിരിക്കപ്പോ. അതിനിപ്പോ എന്താ? ഞാനിപ്പോ ആയാലും പോയില്ലെങ്കിലും അവരിപ്പോ സംസാരിക്കും. അവരിഷ്ടം. ഞാനതൊക്കെ എന്നോ വിട്ടു. ഹാ അങ്ങനെ പറയല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, നിനക്കു പോയി, അപ്പൊ അവൻക്കും പോകണം. അതിനു വേണ്ടി നീ ട്രൈ ചെയ്യണം. എന്ത് ട്രൈയാ ഞാൻ ചെയ്യേണ്ടത് ജാസ്മിൻ? അവിടെ പോയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്ക്. 2 പേരും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അവിടെ. അവിടെ പോയിട്ട് ഒരു വഴക്കുണ്ടാക്ക്. അവരുടെ ആ സംസാരം കൊളാക്കി കൂട്. അതല്ലേ അവന്റെ ഒരു രസം. വെയ്യ മോളെ, അവളെ പിറകു നടന്ന എനിക്ക് മടുത്തു. അത് കൊള്ളാം. അപ്പോ നിനക്ക് അവളോട് ഒന്നും ഇല്ലാന്നർത്ഥം. അങ്ങനെ പറയില്ല ജാസ്മിൻ, എനിക്ക് ഇപ്പോഴും ഉണ്ട്. അവൾ ഇങ്ങോട്ട് വന്ന് പറയാണെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറയും. അടിപൊളി. ഇത് വെച്ച് നിന്നോ. ഞാൻ പറയുകയാണെങ്കിൽ അവിടെ പോയിട്ട് ഇഷ്യൂ ഉണ്ടാക്ക്. നിനക്ക് അവളോട് ഇപ്പോഴും ഇഷ്ടമുണ്ടെങ്കിൽ നീ പോയി പറയും. അവിടെ നന്നായിട്ട് നീ വഴക്കുണ്ടാക്കും. നിനക്കത് ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇപ്പോഴും സാറെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നീ അവിടെ പോയിട്ട് വഴക്കുണ്ടാക്ക്. അവരെ കൂടുതലായിട്ട് സംസാരിക്കാൻ നീ സമ്മതിക്കരുത്. നിന്റെ ശത്രുവായിപ്പോ എബിൻ. അതെ ജാസ്മിൻ, ഞാനൊന്ന് പോയി നോക്കട്ടെ. അതെ, അതാണ് വേണ്ടത്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇനി 1/2 മണിക്കൂറല്ല, 3/4 മണിക്കൂർ കഴിഞ്ഞാലും അവൾ ഇവിടെ എത്താൻ പോണില്ല. ദേ ഏതൊക്കെ ചേച്ചിമാര് വരുന്ന ചോദിച്ചു നോക്ക്. കണ്ടിട്ട് ഇതാണ് തോന്നുന്നത്. എനിക്കും ഒരു ചേച്ചിയുടെ ലുക്കൊക്കെ ഉണ്ട്. ചേച്ചി? ആരാ? അയ്യോ, ചേച്ചിയല്ലേ ഇത്? ആരുടെ ചേച്ചി? അയ്യോ, ഇപ്പൊ 1/2 മണിക്കൂറിന് ശേഷം വരാന്ന് പറഞ്ഞ ചേച്ചിയല്ലേ? മനസ്സിലായില്ല. കുട്ടികളെ നിങ്ങളൊക്കെ എന്തൊക്കെ പറയണേ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല 1/2 മണിക്കൂറിന് ശേഷം വരുന്ന്. അല്ലെങ്കിൽ പിന്നെ ആ ബാഗിലെന്താ പിന്നെ? ഫുഡല്ലേ? നിങ്ങൾ ഈ സ്കൂളിലല്ലേ പഠിക്കണേ? ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്ര ബോധമില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലല്ലോ. മൈൻഡ് യുവർ വേർഡ്സ്. എടി കൊളാക്കല്ലേ. അയ്യോ സോറി ചേച്ചി, ഫുഡാണെങ്കിൽ അതൊക്കെ തന്നേക്ക്. പിള്ളേരെ, എനിക്ക് വേറെ പണിയുള്ളതാ. നിങ്ങൾ ഉദ്ദേശിച്ച സാധനല്ലേ ഇത്. ഞാൻ പിന്നെ ആരുടെ ചേച്ചിയല്ല. അല്ല പിന്നെ ഇതല്ലെന്നാ തോന്നുന്നേ. എനിക്കും തോന്നി. ഇനി ആ ചേച്ചിയെ തപ്പി എത്ര ചേച്ചിയോട് നമ്മൾ ചോദിക്കണം? എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ എഫേർട്ട് എടുത്താലേ അതിന്റെ റിസൾട്ട് കിട്ടും. നന്നായിട്ട് എഫേർട്ട് എടുക്കാണെങ്കിൽ റിസൾട്ട് നല്ലതായിരിക്കും. ഇനി ഇതാവോ? എനിക്ക് തോന്നുന്നില്ല ഇതാവുന്ന. കണ്ടാ പറയോ? അങ്ങനെയൊക്കെ ഉണ്ടാവോ? ഇതെന്നാവും ചെലപ്പോ. എബിനെ, ആ എന്താ? നിനക്കറിയോ, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇപ്പൊ ഞാൻ വേസ്റ്റ് ഫ്രണ്ട് അല്ലേ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്നോടല്ലേ പറഞ്ഞേ നീ എന്റെ വേസ്റ്റ് ഫ്രണ്ടാന്ന്? നീ ഒന്നും പറയണ്ട.
നീ എന്നാ അറിയോ എന്റെ വേസ്റ്റ് ഫ്രണ്ട് ആയത്? നീ മനസ്സില് കൊണ്ടു നടക്കുന്ന മുന്ന ഞാൻ ഇവിടെ കൊണ്ടു നടന്നതാ. എന്നിട്ട് നീ ഇവിടെ സ്വന്താക്കി. എന്താ അർജുൻ ഈ പറയുന്നേ? ആരെ സ്വന്താക്കി നീ പറയുന്നേ? ഏയ്, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടിരിക്കുക. എന്നെ ആരും തെറ്റിദ്ധരിപ്പിച്ചതല്ല. സ്കൂളിൽ എല്ലാവർക്കും അറിയാം. ശരി, സമ്മതിച്ചു. ഇനി ഇപ്പൊ എന്താ? ഇനി ഒന്നുമില്ല. ഞാനിത് മിസ്സിനോട് പറഞ്ഞെടുക്കും. നിങ്ങൾ ആരും കാണാതെ സംസാരിക്കുന്നത്. അയ്യോ അർജുൻ, അതിനൊക്കെ ആവശ്യമുണ്ടോ? ചുമ്മാ ഇതൊക്കെ വലിയ ഇഷ്യൂ ആക്കണോ? ഇഷ്യൂ ആക്കണം. ഞാൻ ഇഷ്ടം പറഞ്ഞപ്പോ നിനക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവൻ പറഞ്ഞപ്പോ നീ അത് അക്സെപ്റ്റ് ചെയ്തു. അയ്യോ അതൊന്നുമല്ല. ഏതല്ലെന്ന് നിനക്കൊന്നും പറയാൻ അവകാശമില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കുറെ നേരമായി. ടീച്ചറോടോ മാഷിനോടോ ആരോടോ വെച്ചാ പറഞ്ഞെടുത്തോ. എനിക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഓഹോ, അങ്ങനെയാണോ? ഈ ഫുഡ് ഫെസ്റ്റിവൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ബാക്കി ഞാൻ തരണ്ട്. അർജുൻ, നീ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ വെറും സ്കൂൾ നടക്കുന്ന സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളല്ലേ? വെറുതെ എന്തിനാ ടീച്ചർമാരെ ബുദ്ധിമുട്ടിക്കുന്നേ? ഇവ അങ്ങ് പറഞ്ഞോട്ടെ, നിനക്കെന്താ? അവൻ പറയട്ടേന്ന്. നീ എന്തൊക്കെ സംസാരിക്കുന്നേ? അർജുൻ, ഇത്രയും നാളുണ്ടായ സംഭവത്തിന് ഞാൻ സോറി പറയുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്ക് ഫ്രണ്ട്സ് ആവാം. ചോദിച്ചോക്ക്. ആരാ? ചേച്ചിയല്ലേ? അതെ, ചേച്ചിയാണ്. ചേച്ചി. ഓ, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ നിൽക്കാനും വയ്യ. ചേച്ചി, ആ ഫുഡൊക്കെ തന്നേക്ക്. ഞങ്ങള് സാറ് പറഞ്ഞിട്ട് വന്നതാ. ഏത് ഫുഡിന്റെ കാര്യം മക്കള് പറയുന്നത്? ആദ്യം പിന്നെ ഇന്ന് ഫുഡ് ഫെസ്റ്റിവൽ നടക്കല്ലേ, അതിനു വേണ്ടിട്ട് ചേച്ചിയോട് ഫുഡ് കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. ആ ഫുഡിന്റെ കാര്യം എന്നോട് ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയല്ലേ, അത് പെട്ടെന്ന് അതെങ്കില് സാറയ്ക്ക് മത്സരത്തില് പെട്ടെന്ന് പങ്കെടുക്കായിരുന്നു. ഏത് സാറയാ പറയുന്നത്? അയ്യോ, നിങ്ങളുടെ അനിയത്തി സാറാ. എനിക്ക് 2 അനിയത്തിമാരാണുള്ളത്. അതില് സാറെന്ന് പറഞ്ഞ അനിയത്തി ഇല്ലല്ലോ. എടി, ഇതല്ല തോന്നേ. അല്ല ടിഞ്ചു, ഇതെന്നായിരിക്കും. കാരണം എന്താ അറിയോ? അതുകൊണ്ടല്ലേ ചേച്ചിയാണ് ചേച്ചിപ്പോ അതേ ചേച്ചിയാണെന്ന് പറഞ്ഞത്. ചേച്ചി, ഇത് ചേച്ചിയല്ലേ? അതെ, പുഷ്പലത ചേച്ചി. അയ്യോ, എന്നാ മാറിയതാ. പൊയ്ക്കോളൂ. ഇതൊന്നല്ല. അയ്യോ, എത്ര വെച്ചിട്ട കോമാളി വേഷം ധരിക്കുക. സ്കൂൾക്ക് പോകണോലൊക്കെ വിചാരിക്കാൻ നമ്മൾ പൊട്ടന്മാരെന്നാ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിന് തോൽക്കുന്ന. ഇനി സാറേ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു കോള് വന്നതുപോലെ അഭിനയിച്ചതാണോ എന്നറിയില്ല. അല്ല, അങ്ങനെയൊന്നും അല്ല. അങ്ങോട്ട് നോക്ക്. ഇതിനെ നിനക്ക് എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? അതെ, സാറയുടെ വീട്ടിൽ വെച്ചിട്ട്. കൺഫേം ആയി ഇതിനാണ്, ഒരു ഡൗട്ടും ഇല്ല. ആരാ ഇത്? നമ്മളൊക്കെ അറിയോ? പിന്നെ അറിയാതെ. ചേച്ചി ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു. ആ, എനിക്ക് നിങ്ങളെയും. നിങ്ങളാണ് ഏറ്റവും നല്ല കുട്ടികള്. നിങ്ങളൊന്ന് സാറയെ രക്ഷിച്ചില്ലെങ്കിൽ സാറയുടെ അവസ്ഥ ഇപ്പോഴും ആ വീട്ടിലെ തല്ലും വഴക്കൊക്കെ കേട്ട് നിൽക്കണായിരുന്നു. നിങ്ങൾ കാരണം അവൾക്കൊരു ജീവിതം കിട്ടിയത്. ഓ, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്, സാറേ മാത്രമല്ല. വെരി ഗുഡ്. സാർ എവിടെ പോയി? ഇന്ന് ഫുഡ് ഫെസ്റ്റിവൽ നടക്കല്ലേ, ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? ചേച്ചിയാണല്ലേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവള് പറഞ്ഞിരുന്നു. ഞങ്ങളോട് സാർ അവിടെ നിൽക്കാൻ പറഞ്ഞതാ ഫുഡ് മേടിക്കാനായിട്ട്. അവൾക്കെന്തോ അത്യാവശ്യമായിട്ട് ടീച്ചറെ കാണാനെന്ന് പറഞ്ഞു. ആ ഫുഡ് ഞങ്ങൾക്ക് തന്നേക്ക്, ഞങ്ങൾ കൊടുത്തോളാം. ഓ ശരി, എന്താ ഞാനിപ്പോ കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾ വാ, ഓട്ടോയിൽ വെച്ചിട്ടുണ്ട്. ഓ ശരി, എന്താ അപ്പൊ നമുക്ക് തന്നെ ട്രോഫി. പാവം സാറ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുണ്ടാവും. ശരിയാ ശരിയാ. ഷോക്ക് നിർത്തിക്കാം. ഫ്രണ്ട്സോ? എന്തേ ഫ്രണ്ട്സ് ആകാൻ പറ്റില്ലേ? എനിക്ക് പോടാ അവിടുന്ന്. ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത് അത് അവരുടെ നല്ല മനസ്സ്. ഞാനാണെങ്കിൽ നിന്നുണ്ടല്ലോ. നീ ആണെങ്കിൽ എന്നെ എന്ത് ചെയ്യോ? ആദ്യം എന്നെക്കാളൊന്ന് ഹൈറ്റ് വെക്കാൻ നോക്ക്, എന്നിട്ട് മതി സംസാരം. എന്താ ഒരാളെ ബോഡി ഷെയിം രീതിയിലുള്ള സംസാരം സംസാരിക്കരുത്. അല്ലാതെ ഇവരൊക്കെ അത് പറയാനോ? പ്ലീസ് എല്ലാവരും. അയ്യോ എബിൻ, ഞാൻ ആ കാര്യം മറന്നു. അയ്യോ, ഇന്ന് ഇപ്പൊ വരുന്നു പറഞ്ഞില്ലായിരുന്നോ? ആശ ചേച്ചി, ഞാൻ അങ്ങോട്ട് പോട്ടെ ട്ടോ. നീ പൊക്കോ, ഞാനിവനെ ശരിയാക്കിക്കോളാം. എബിൻ, നീ ഒന്നും ചെയ്യണ്ട, പോ അവിടുന്ന്, മിണ്ടാതിരുന്നോ. അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നീ അത് മെയിൻറ്റ് കൊടുക്കാൻ നിൽക്കണ്ട. ശരി, ഞാൻ പോയിട്ടോ. ഇനി നിനക്കൊന്നും സംസാരിക്കാനില്ലേ? ഓ, ഇനി അവളെ മുന്നിൽ വലിയ ഹീറോയിസം കാണിച്ചതായിരിക്കോ? അതേടാ അതെ. ചേച്ചി ഇത്ര നേരിട്ട് വന്നില്ലേ? അയ്യോ, എന്ത് ചെയ്യും? ഇനി 2.5 മണിക്കൂറും കൂടി ഉള്ളൂ. അയ്യോ, എന്താ ചേച്ചി വരാത്തേ? വിളിച്ചു നോക്കാം. എന്തായി മോളെ, നല്ല ഫുഡൊക്കെ അല്ലേ? എങ്ങനെയുണ്ട്? എന്ത് നല്ല ഫുഡെന്ന്? എവിടെ ഫുഡ് എവിടെ? അയ്യോ, ഞാനത് കൊടുത്തു വിട്ടതാണല്ലോ. ആരെടുത്ത്? അയ്യോ, ഒരു 2 പിള്ളേർ എന്റെ അടുത്ത് വന്നിരുന്നു. അവര് പറഞ്ഞു സാറ് പറഞ്ഞയച്ചതാന്ന്. ഞാനങ്ങനെ ആരെയും പറഞ്ഞയച്ചിട്ടില്ലല്ലോ. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? സത്യമായിട്ടോ?
മോളൊന്ന് കൃത്യമായിട്ട് ചിന്തിച്ചു നോക്ക്. ഞാന് നീ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇല്ല ചേച്ചി, ഞാൻ ആരെയും പറഞ്ഞയച്ചിട്ടില്ല. അല്ല, ആരെടുത്ത് അയച്ചേ? ആളെ അറിയോ ശരിക്കെങ്കിലും? അന്ന് വന്നില്ലായിരുന്നോ നിന്നെ രക്ഷിക്കാനായിട്ട് പോലീസിനെയൊക്കെ? അവരെടുത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. അയ്യോ, ജാസ്മിന്റെ അടുത്തോ ടിന്റുടെ അടുത്തോ? ആ, അവരുടെ തന്നെ തോന്നുന്നു. ആ, അവരുടെ തന്നെ ആയിരിക്കും. നിന്നെ അന്ന് രക്ഷിക്കാൻ വന്നില്ലായിരുന്നു രണ്ട് പിള്ളേരെ, അവരെടുത്താ കൊടുത്തേ. ഓക്കെ ഓക്കെ, ഞാൻ ഫോൺ വെക്കാണേ.